പ്രിയമിത്രങ്ങളെ, നാം എപ്പോഴും ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം പ്രാപ്തമാക്കുന്നതിന് ജീവിതോർജ്ജങ്ങളെ സന്തുലിതമാക്കേണ്ടതുണ്ടെന്ന് സങ്കീർത്തനത്തിലൂടെ കേൾക്കാറുണ്ട്. ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത് ബയോകെമിക്കൽ തലത്തിലെ ഊർജം ഉപയോഗിച്ചാണ്. ഓരോ അവയവങ്ങളും സ്വധർമ്മം നിർവഹിക്കുന്നത് ഈ ഊർജങ്ങളെ അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ശരീരവും മനസ്സും വെവ്വേറെയല്ലെന്നും അവ ഇഴചേർന്നു കിടക്കുന്നതായും ശരീരത്തിൻ്റെ തന്നെ സൂക്ഷ്മാവസ്ഥയാണ് മനസ്സെന്നും നമുക്കറിയാം. മനസ്സ് പ്രവർത്തിക്കുന്നത് പ്യുവർ ലൈഫ് എനർജി എന്ന ശുദ്ധമായ ജീവിതോർജം ഉപയോഗിച്ചാണ്. പ്യുവർ ലൈഫ് എനർജിക്ക് നെഗറ്റീവ്, പോസിറ്റീവ്, ബാലൻസ്ഡ് എന്നീ 3 അവസ്ഥകളുണ്ട്. ഈ ജീവിതോർജങ്ങൾ പ്രധാനമായും 7 ഊർജക്ഷേത്രങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നു. ഇവയിൽ 4 ഊർജക്ഷേത്രങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തങ്ങളാണ്. ശിരോകേന്ദ്രീകൃതമായ ഒന്നാമത്തെ ഊർജക്ഷേത്രം മനോശക്തി, ഭൗതിക ശക്തി, സാമൂഹ്യ ശക്തി എന്നിവയടങ്ങിയ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. ഖണ്ഡകേന്ദ്രീകൃതമായ രണ്ടാമത്തെ ഊർജക്ഷേത്രം കലാപരമായ വാസനകളും കഴിവുകളും സൂക്ഷ്മവുമായി ബന്ധപ്പെടാനുള്ള കഴിവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൃദയ കേന്ദ്രീകൃതമായ മൂന്നാമത്തെ ഊർജക്ഷേത്രം വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഉദ്ദേശശുദ്ധി എന്നിവയടങ്ങിയ ആന്തരിക ശുദ്ധിയെ കൈകാര്യം ചെയ്യുന്നതുമാണ്. നാഭി കേന്ദ്രീകൃതമായ നാലാമത്തെ ഊർജക്ഷേത്രം ഇച്ഛാശക്തിയെ പോഷിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ആകെയുള്ള ഊർജത്തിൽ നിന്നും ഓരോ ഊർജക്ഷേത്രങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടുന്ന ഊർജത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഈ ഊർജക്ഷേത്രങ്ങളിലെ ഊർജത്തിൻ്റെ അളവിൽ സാരമായ അന്തരമുണ്ടാകുന്നത് നമുക്ക് ദോഷം ചെയ്യും. അശാന്തിയും അസംതൃപ്തിയും ഉടലെടുക്കും. ഉദാഹരണം നോക്കാം. ശിരോകേന്ദ്രീകൃത ഊർജം ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഊർജക്ഷേത്രത്തിലേക്ക് നല്ല അളവിൽ ഊർജം ലഭിക്കുന്ന പക്ഷം ആ വ്യക്തിയിൽ പലവിധ ശക്തികൾ സമന്വയിച്ചിരിക്കും. എന്നാൽ ഹൃദയ കേന്ദ്രീകൃത ഊർജം കുറവുമാണെന്നിരിക്കട്ടെ, ശക്തികളേറിയാൽ അയാളിൽ അഹന്ത നിറയുവാനും അതുവഴി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ശീലം വളരുവാനും ഇടയാക്കും. ഇതുവഴി ലഭിക്കുന്ന ബാഹ്യസുഖങ്ങൾ പക്ഷേ ആന്തരികമായി ശാന്തി പകരുന്നവയല്ല. എന്നാൽ ഹൃദയ കേന്ദ്രീകൃത ഊർജം ശുദ്ധിയുമായി ബന്ധപ്പെട്ടതും ആയതിനാൽ ഈ ഊർജക്ഷേത്രത്തിലെ ഊർജം കാര്യമായി ലഭിക്കുകയും അതേസമയം ശിരോകേന്ദ്രീകൃത ഊർജം കുറഞ്ഞു നിൽക്കുകയും ചെയ്താൽ അയാൾ വളരെ ശുദ്ധനായിരിക്കും. ഇത് ചൂഷണത്തിന് ഇരയാകുവാനുള്ള സാധ്യതയുണ്ടാക്കുന്നു. ഇതും അശാന്തിക്കും അസംതൃപ്തിക്കും ഇടയാക്കുന്നു. ഇതാണ് ഊർജങ്ങൾ തമ്മിൽ അന്തരമുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. ആയതിനാൽ ജീവിതോർജങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ സന്തുലിതമാക്കുവാൻ നാം കാര്യമായ ശ്രമം നടത്തണം. ഊർജം എത്രയും അധികം ഉണ്ടെങ്കിലും നാം ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചാണ് ഓരോ ഊർജക്ഷേത്രങ്ങളിലേക്കുമുള്ള സപ്ലൈ നടക്കുന്നത്. ആത്മപരിശോധനയിലൂടെ അവനവനെ തിരിച്ചറിഞ്ഞ് പരിഷ്കരണത്തിന് ശ്രമിക്കുക വഴി ഈ ബാലൻസിംഗ് സാധ്യമാകുന്നതാണ്. ഇതിൻ്റെ സാക്ഷാത്കാരത്തിനായി എത്രയും സൂക്ഷ്മമായി സ്വയം വിലയിരുത്തുവാനും ബോധപൂർവം പരിഷ്കരിക്കുവാനും തയ്യാറാകുക വഴി ജീവിതോർജങ്ങൾ സന്തുലിതമാകുകയും അതുവഴി
ശാശ്വതമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും ഇടയാകുന്നതാണ്. നന്ദി.